പീസ് ഫോർ യു ഒരുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. സ്ഥലം കല്ലുംകടവ്, പത്തനാപുരം. പാസ്റ്റർ സുരേഷ് ബാബു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ബന്ധപ്പെടുക 9447 11245. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പീസ് ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അറിയിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി തരുവാനും ഇടയായി. ദൈവദിനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. നമ്മുടേതായ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം യഹോവയുടെ മേൽ വെക്കുക, യഹോവ അത് വഹിപ്പാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്തെല്ലാം വന്നാലും നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് ദൈവദിനത്തിൽ പറയുന്നത് പോലെ ഒരു നാളും കുലുങ്ങിപ്പോകാനോ വീഴുവാനോ ദൈവം സമ്മതിക്കുകയില്ല. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TV പ്രോഗ്രാമിലൂടെ പിന്നെയും നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് നൽകിത്തരുന്ന അവസരത്തിനായ സ്തോത്രം. കഴിഞ്ഞ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. അനേക പ്രിയപ്പെട്ടവർ ഫോണിലൂടെ ഇമെയിലിലൂടെ ഒക്കെ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഇടയായി. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ സൗഖ്യത്തിനും വിടുതലിനും ഒക്കെ ഈ കൂട്ടായ്മ മുഖാന്തരമായി തീർന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ദൈവന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. കർത്താവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാം. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവിടെ നമ്മളിങ്ങനെയാണ് വായിച്ച് കേട്ടത്: അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വരുന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണു. നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വീഴുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു: എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ചികിത്സിച്ചിട്ടും സമ്പത്ത് മുഴുവൻ വിറ്റ് തീർത്തിട്ടും സൗഖ്യമാകാതെ രോഗാതുരമായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ മീറ്റിങ്ങിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഫോണിലൂടെ ഒക്കെ സന്ധിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഒത്തിരി നിരാശയോടെ ഒരു ദിവസം കൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആര് ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടോ, അവരുടെ കണ്ണുനീര് ദൈവം കണ്ട് അവരുടെ അവസ്ഥകളെ ദൈവം മനസ്സിലാക്കി അത്ഭുതകരമായ സൗഖ്യം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവ് ഒരു സ്ഥലത്തുകൂടെ കടന്നു പോവുകയാണ്. ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കർത്താവ് കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന സമയത്ത് കുഷ്ഠരോഗികളായ 10 പേര് തനിക്ക് എതിർപ്പെടുവാനിടയായി. 10 പേര്. ഇവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്: യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് യേശുവിനോട് ഉറക്കെ നിലവിളിച്ച് പറയുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവർ 10 പേരും കുഷ്ഠരോഗികളാണ്. 10 പേരും ഒരുപോലെ യേശുവിനോട് പറയുകയാണ്: ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ എന്ന് അവർ വിളിച്ചു പറയുകയാണ്. നിശ്ചയമായിട്ടും ഈ 10 പേര് യേശുവിനെക്കുറിച്ച് കേട്ട് കാണും. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, യേശു ചെയ്യുന്ന യേശു വിടുവിക്കുന്ന വിധങ്ങളെക്കുറിച്ച് ഇവർ കേട്ട് കാണും. ഈ കേൾവി യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനോട് നിലവിളിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനോട് ഇവരുടെ ആവശ്യങ്ങളെ പറയുവാൻ തക്കവണ്ണം ഇവരെ ഉത്സാഹിപ്പിക്കുവാനിടയായി.
അതുപോലെ നമ്മൾ മറ്റൊരു ഭാഗം വായിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ യേശു കവർന്നഹൂമിലുണ്ടെന്ന സ്തുതിയായി 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്താണ്, യേശു അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു ഇന്നും അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗഖ്യമാക്കുന്നു എന്നുള്ളതായ വർത്തമാനം ഈ കുഷ്ഠരോഗികൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, യേശു കർത്താവ് മനസ്സ് തോന്നിയാൽ, കരുണ തോന്നിയാൽ ഞങ്ങൾക്കും സൗഖ്യം കിട്ടും എന്ന് അവർക്ക് മനസ്സിലായി. കർത്താവ് അവരോട് റെസ്പോണ്ട് ചെയ്യുകയാണ്, അവരോട് പ്രതികരിക്കുകയാണ്. നിങ്ങൾ തന്നെ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിക്കുക. പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിക്കുക. കുഷ്ഠരോഗം എന്ന് പറയുന്നത് വളരെ ഭയാനകമായൊരു രോഗമാണ്. യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമകാലീനായി ജീവിച്ചിരുന്ന യോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു കുഷ്ഠരോഗിയെ മരിച്ച ഒരു വ്യക്തിയെപ്പോലെയാണെന്ന് കരുതിയിരുന്നത്. മരിച്ച വ്യക്തിയെപ്പോലെ. കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ യാതൊരു അംഗീകാരവുമില്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ വസ്ത്രം കീറണം, അതുപോലെ തന്നെ അവരുടെ അധരം മൂടണം, തല മൂടരുത്, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചുകൊണ്ട് വേണം ഈ വ്യക്തി സഞ്ചരിക്കുവാൻ. ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവർക്കില്ല. സമൂഹത്തിൽ ഒരു വ്യക്തി എന്നുള്ള അംഗീകാരമില്ലാതെ അശുദ്ധനായി, പാപത്തിൻ്റെ പ്രതീകമായി, ശാപത്തിൻ്റെ പ്രതീകമായി മുദ്രയിടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കുഷ്ഠരോഗിയെ ദൈവവചനം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭയാനകമായ ഈ രോഗത്തിന് അടിമപ്പെട്ട ഇവർ 10 പേര് ദൂരത്ത് നിന്ന് യേശുവേ, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കരഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? അന്നത്തെ കാലത്ത് പുരോഹിതന്മാരാണ് ഇവർ ശുദ്ധരായി തീർന്നു എന്ന് കൽപ്പിക്കുന്നത്. ഇവർ ശുദ്ധരായി തീർന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ രോഗം മാറിയെങ്കിൽ, അന്നത്തെ നിയമം അനുസരിച്ച് ഇവർക്ക് വേണ്ടി യാഗമർപ്പിച്ച് ഇവരെ ശുദ്ധരായി പ്രഖ്യാപിച്ച് സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഇവരെ എണ്ണുന്ന ഒരു പ്രത്യേകമായ രീതിയുണ്ട്. ഇതനുസരിച്ച് ഇവർ പോയി പുരോഹിതന്മാരെ കാണിക്കുവാനായിട്ട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 10 പേരുണ്ട്. 10 പേർക്ക് 10 അഭിപ്രായമായിരിക്കും. ഇവരെ കാണിക്കാനായിട്ട് പറയുന്ന സമയത്ത് ഇവർ ചിന്തിക്കും, ദൈവമേ, ഞങ്ങൾ പുരോഹിതൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടത്തില്ലേ? ഞങ്ങൾ സമൂഹത്തിൽ നാണം കടത്തില്ലേ എന്നൊക്കെ ഇവരൊരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവമക്കളെ, ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് കൽപ്പിക്കുന്നത് എവിടെ കംപ്ലീറ്റായിട്ട് അനുസരിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കാനിടയായിത്തീരും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതുപോലെ ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ യേശുവിനോട് പറയുക, കർത്താവെ കരുണ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തൊട്ടു സൗഖ്യമായി. സൗഖ്യമായ ശേഷം ഈ കുഷ്ഠരോഗിയോട് പറയുകയാണ്, പോയി പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിക്കുക. സൗഖ്യമായ ശേഷമാണ്. ഇവിടെ ഈ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ടില്ല. ഇവരകലെ നിന്ന് യേശുവേ നായക, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. അപ്പോൾ ഇവർ സൗഖ്യമായിട്ടില്ല. സൗഖ്യമാകുന്നതിന് മുന്നമേ തന്നെ കർത്താവ് പറയാം, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അനുസരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവം പറയുന്ന ദൈവശബ്ദത്തിന് കാതോർക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവർ തിരിച്ച് ആലയത്തിലേക്ക് പോവുകയാണ്. 10 പേരുണ്ട്. ഇവർ 10 പേരെ തിരിച്ച് നടന്നു തുടങ്ങിയപ്പോൾ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് നമുക്കറിയാം, ചിലർക്ക് വിരലില്ല, ചിലർക്ക് ചെവിയില്ല, ഇവർ അംഗമൊക്കെ ഇത് ഡെഡായിട്ട് ഇവർക്ക് സെൻസേഷനൊന്നുമില്ല. ഇതൊക്കെ ചിലപ്പോൾ അവർ മുറിച്ച് കളയും. വേദന ഇവരറിയത്തില്ല. ഇവർ അംഗഹീനരായിരിക്കും. പക്ഷേ ഇവർ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ശരീരത്തിൽ അത്ഭുതം സംഭവിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ത്വക്ക് മാറി, അവരുടെ വിരൽ വരുവാനായിട്ട് തുടങ്ങി, അവരുടെ ചെവി വളർന്നു വന്നു, അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവശബ്ദത്തിന് കാതോർക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവം യേശു കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയായിത്തീരും. ശൂന്യമായ പടകാണോ?
ഒത്തിരി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോടെ, ദൈവമേ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, എനിക്കൊന്നും കിട്ടിയില്ല. അധ്വാനിക്കാഞ്ഞിട്ടല്ല, അലസനായിരുന്നിട്ടല്ല, ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആ ശൂന്യമായ പടകിനെ നിറയ്ക്കണമെങ്കിൽ ദൈവം പറയുന്നത് ഒന്ന് അനുസരിക്കുവാനായിട്ട് തുടങ്ങുക. യുക്തി കൊണ്ട് ചിന്തിക്കരുത്, ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കരുത്. നമ്മുടെ ബുദ്ധിയെല്ലാം മാറ്റിയിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാൻ കടന്നു പോകുന്ന വഴി എൻ്റെ ദൈവത്തിന് പ്രസാദമാണോ? നിശ്ചയമായിട്ടും ഒരുവൻ്റെ ഗമനത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരപ്പെടുത്തും, എസ്റ്റാബ്ലിഷ് ചെയ്യും. പരിശുദ്ധാത്മാവ് ആരോടോ ഇടപെടുകയാണ്. ഒത്തിരി ഭാരപ്പെട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന സഹോദര, നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ചുവടുകൾ മുൻപോട്ട് വെക്കുക. നിങ്ങളെ ഉറപ്പിക്കുവാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. നോക്കുക, വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വരുന്നത് കണ്ടു. അവരിൽ ഒരുത്തൻ, 10 കുഷ്ഠരോഗികളുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരുവൻ തനിക്ക് സൗഖ്യം വരുന്നത് കണ്ടു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്നൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് സൗഖ്യം വരുന്നത് നിങ്ങൾ കാണുകയാണ്. ഒന്ന് ചിന്തിച്ചേ, വലിയൊരു മുഴ നിങ്ങളുടെ ശരീരത്തിലിരിക്കുക. ഈ മുഴ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് വിചാരിക്കുക. എത്ര വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, സൗഖ്യം വരുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഒരു വചന വെളിപ്പാട് ദൈവാത്മാവ് ഇടപെടുന്നു. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് ഞാൻ കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, ചെവി കൊണ്ട് കേൾക്കത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. നോക്ക്, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വരുന്നത് എന്ത് ചെയ്തു? കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ 10 പേർക്ക് ഒരുപോലെ ആ സൗഖ്യം വന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അവർക്കൊക്കെ സൗഖ്യം വന്നവർക്ക് മനസ്സിലായി. പക്ഷേ അതിലൊരുവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരുവൻ സൗഖ്യം വരുന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽപാദത്തിൽ കമന്നു വീഴുവാൻ ഇടയായി. ഹൗ ടു റെസ്പോണ്ട്, എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സൗഖ്യത്തോട് പ്രതികരിക്കണം? ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കയ്യിലൊരു മുഴ മാറുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നീണ്ടു നിന്ന ഒരു രോഗബന്ധനം നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നൊരു വിഷയം നമ്മളിൽ നിന്ന് മാറുന്നത് കാണുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് ഒത്തിരി പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറാത്ത, ഇനി മാറുകയില്ലെന്ന് സർട്ടിഫൈ ചെയ്ത ഒരു രോഗം പ്രാർത്ഥനയിൽ ദൈവം സൗഖ്യമാക്കുമ്പോൾ നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? ഞാൻ കൂട്ടായ്മയിൽ കണ്ടിട്ടുണ്ട്, ചില വ്യക്തികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചിട്ട് അവരുടെ ആരാധനയെ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രയാസമാണ്. കാരണം അത്യുച്ചത്തിലാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഈ മനുഷ്യൻ, ഈ ഒരാൾ അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഒന്ന്, ദൈവം നമ്മളെ വിടുവിച്ചാൽ നമ്മൾ ദൈവത്തെ അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സാധാരണ കുഷ്ഠരോഗികളൊക്കെ ഇവരുടെ അവയവങ്ങളെയൊക്കെ കുഷ്ഠരോഗം ബാധിച്ചിട്ട് ഈ ശബ്ദകോശങ്ങളെയൊക്കെ കുഷ്ഠം ബാധിച്ച് നല്ലവണ്ണം ഒന്ന് ശബ്ദമെടുക്കുവാൻ കഴിയാതെ, എൻ്റെ ഒരു ചിന്ത നിങ്ങളോട് പറയാം, ഭാരപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ്റെ ശബ്ദപേടകത്തെ വോക്കൽ കോഡിലൊക്കെ ദൈവശക്തി അങ്ങ് വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വോക്കൽ കോഡ്, ശ്വാസമണ്ഡലങ്ങളിൽ രോഗമിട്ട് വ്യാപരിക്കുന്ന ചില രോഗശക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നുണ്ട്. നിങ്ങളുടെ ശബ്ദം നേരെയാകാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഈ മനുഷ്യൻ കുഷ്ഠരോഗി എന്നുള്ള ആ ശബ്ദം മാറിയിട്ട് ശുദ്ധനായ ഒരു മനുഷ്യൻ്റെ ശബ്ദം തനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. നോക്കുക, ഇത് ഫീൽ ചെയ്തപ്പോൾ താൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവിക വിടുതൽ നമ്മൾ പ്രാപിച്ചാൽ, ദൈവിക സൗഖ്യം നമ്മൾ പ്രാപിച്ചാൽ നമുക്ക് മൗനമായിരിക്കാനായിട്ട് കഴിയത്തില്ല. മരിച്ചവരും മൗനത്തിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. എന്നാൽ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ.
ആർക്കാ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കൂട്ടായ്മയിലും ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ചിലർ മൗനമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ അലസരായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? 1-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പാപികൾ നീതിമാന്മാരുടെ സഭയിൽ എന്തു ചെയ്യത്തില്ല, നിവർന്നു നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവന്, ശുദ്ധീകരണമില്ലാത്തവന് നല്ലവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളുടെ സ്തുതി മറ്റുള്ളവർ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 9 പേരും നന്ദിയില്ലാത്തവരായിപ്പോയി, എന്നാൽ ഒരുവൻ മാത്രം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അടുത്ത താൻ സൗഖ്യത്തോട് പ്രതികരിച്ച അടുത്ത ഭാഗം നമ്മളവിടെ വായിക്കുന്നത് യേശുവിൻ്റെ കാൽപാദത്തിൽ വന്ന് താൻ വീഴുകയാണ്. നമുക്ക് അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. യേശുവിൻ്റെ കാൽപാദത്തിൽ വന്ന് വീഴുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ദൂരെ നിന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? യേശുവേ നായക, ഞങ്ങളോട് എന്ത് തോന്നണം? കരുണ തോന്നണം. എന്നാൽ ഇപ്പോൾ ഇവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്, യേശുവിൻ്റെ സമീപേ കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൂരെ നിന്ന് യേശുവിനോട് അടുക്കുവാൻ കഴിയാതെ നിന്ന ഇവരെ, ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തോട് ബന്ധമില്ലാതിരുന്ന ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ഈ മനുഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയാവും? യേശുവിൻ്റെ കാൽപാദങ്ങൾ വീഴുകയാണ്. ദൈവത്തെ ആരാധിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഫീറ്റ് ഓഫ് ജീസസ് യേശുവിൻ്റെ കാൽപാദമാണ്. യേശുവിൻ്റെ കാൽപാദത്തിൽ വന്ന് വീണു. കാൽപാദത്തിൽ വീഴണമെങ്കിൽ ഹ്യൂമിലിറ്റി വേണം, താഴ്മ വേണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ താഴ്മ ധരിക്കുവാൻ നമുക്ക് കഴിയുമോ? വിനയം ധരിക്കുവാൻ നമുക്ക് കഴിയുമോ? എളിമയുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി തീരുവാൻ നമുക്ക് കഴിയുമോ? നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വന്നു വീഴുന്ന 1-2 വ്യക്തികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലൊരു സഹോദരി, ഒരു കനാന്യ സ്ത്രീ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായി ഇരിക്കുന്ന വാർത്ത കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വീണ് വർഷിപ്പ് ചെയ്യുകയാണ്, യേശുവിനെ ആരാധിക്കുകയാണ്. യേശു അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നീ എൻ്റെ കാൽപാദങ്ങൾ വീണ സമയത്ത് നിൻ്റെ മകൾ സൗഖ്യമായിരിക്കുകയാണ്. പള്ളിപ്രമാണി വലിയൊരു മനുഷ്യനാണ്, പക്ഷേ തൻ്റെ കൊച്ചുമകൾ, ഇത് 2 തലമുറയുടെ വിഷയമാണ്. രോഗാസനമായി കിടക്കുന്ന യേശുവിൻ്റെ കാൽപാദങ്ങൾ വന്ന് വീഴുവാനിടയായി. നോക്കുക, തലമുറ സംബന്ധമായി ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവിൻ്റെ കാൽപാദങ്ങൾ വീഴുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥനയിൽ വീഴണം, യേശുവിൻ്റെ പാദത്തിലേക്ക് വീണിട്ട് പറയണം, യേശുവേ എന്നെ സഹായിപ്പാൻ അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരയാറുണ്ട്, ചിലരുടെ വിഷയം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി പൊട്ടിക്കരയാറുണ്ട്. കാരണം ഈ വിഷയത്തിന് ദൈവമല്ലാതെ ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് അതിൻ്റെ 16-ാം വാക്യം ഒന്നുകൂടി നമുക്ക് വായിച്ച് കേൾക്കാം. 16-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കമന്നു വീണ് അവന് നന്ദി പറഞ്ഞു. അവന് നന്ദി പറഞ്ഞു. ആർക്കാ നന്ദി പറഞ്ഞെന്നറിയാവോ? ദൈവത്തിന് നന്ദി പറഞ്ഞു. മറ്റ് 9 പേരും പുരോഹിതന്മാരുടെ അംഗീകാരം വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഒരു ശമര്യക്കാരൻ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, പലർക്കും സൗഖ്യം കിട്ടിയാൽ ആ സൗഖ്യം കിട്ടിയ സമയത്ത് മാത്രമേ അവർക്ക് നന്ദിയുള്ളൂ. എന്നാൽ നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ തുടരെ ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ഇവിടെ പറയുകയാണ്, സൗഖ്യമായ ശേഷമാണ് താൻ ഈ ചെയ്തതൊക്കെ. 1, അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2, യേശുവിൻ്റെ കാൽപാദത്തിൽ വീണു. 3, യേശുവിനോട് നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് നന്ദി പറയാൻ മനസ്സുണ്ടോ? കർത്താവേ, അങ്ങേക്ക് നന്ദി എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ, സ്തോത്രം പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? അവിടെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സൗഖ്യമായത് 9 പേരല്ലേ? ശേഷിക്കുന്ന 10 പേരല്ലേ? ശേഷിക്കുന്നവർ എവിടെ? 9 പേർ എവിടെ?
കർത്താവ് ചോദിക്കുന്നുണ്ട്. കർത്താവ് സൗഖ്യം തരുന്നത് യേശുവിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ്. ആമേൻ. അതിൻ്റെ 19-ാം വാക്യത്തിൽ ഈ മനുഷ്യരോട് പറയാം, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ശരീരസൗഖ്യം ലഭിച്ചു, ഈ മനുഷ്യന് ആത്മരക്ഷ കൂടെ ലഭിക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശാരീരികമായി ഭാരപ്പെടുന്ന രോഗവിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടും. വിട്ടുമാറാത്ത ചില രോഗശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ, ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെ ശ്വാസം മുട്ടുന്ന വിഷയങ്ങൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കും. ചിലത് രോഗബന്ധനമുണ്ട്. കെട്ടിവെച്ചിരിക്കുന്ന ചില രോഗശക്തികൾ ചിലരുടെ ശരീരത്തിൽ ദൈവാത്മാവ് അഴിച്ച് മാറ്റുകയാണ്. വിദേശത്ത് ജോലിയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൽ അത്ഭുതകരം നീട്ടും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് അമേരിക്കയിൽ ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നൊരു വിഷയത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടപ്പെടുകയാണ്. തലയുടെ ഒരു ചെന്നിക്ക് വേദനയിട്ട് ഭാരപ്പെടുന്ന രോഗക്കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നു. വയറിനകത്ത് വിട്ടുമാറാത്ത അസ്വസ്ഥത, എത്ര മെഡിസിൻ എടുത്തിട്ട് മാറുന്നില്ല. യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ഇപ്പോൾ തന്നെ ഈ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേലെ കൈമാറുക. യേശുവിൻ നാമത്തിൽ പിതാവേ, ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ദൈവിക വിടുവൽ അവരുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. അവരൊരു അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായ സ്തോത്രം. ചില കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെടുന്നതിനായ സ്തോത്രം. ദൈവിക സ്വസ്ഥത വെളിപ്പെടുന്നതിനായ സ്തോത്രം. ദൈവം അത് ചെയ്യും. വരുന്ന ദിവസങ്ങൾ വലിയ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ചില രോഗികളെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. പത്തനാപുരത്ത് എല്ലാ തിങ്കളാഴ്ചയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ കൂടിവരവുണ്ട്. അനേക രോഗികളെ ദൈവം അത്ഭുതകരമായി സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ദയവായിട്ട് വന്ന് അനുഗ്രഹം പ്രാപിച്ചാട്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ മീഡിയയിൽ കൂടി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പൊടിമോൻ ഡാനിയലാണ്. ഞാൻ കൊല്ലം പെരുമ്പുഴയിൽ ഈച്ചാടിമുക്ക് എന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ഞാൻ കർത്താവിനെ അറിയുവാൻ ഉണ്ടായ സാഹചര്യം, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം അവിടുന്ന് എന്നെ സഹായിച്ചു. ഞാൻ ഒരു സിനിമയിലും സീരിയലിലൊക്കെ സജീവമായ വ്യക്തിയായിരുന്നു. പിന്നീട് ഞാൻ ഹോട്ടൽ ജോലിക്ക് മറ്റും പോയി ജീവിച്ചിരുന്നത്. പിന്നെ എനിക്ക് കർത്താവിലേക്ക് എൻ്റെ യേശുവിനെ അറിയുവാൻ ഞാൻ പ്രസംഗങ്ങളും മറ്റ് കാര്യങ്ങളും കേൾക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഏകനായിരുന്നു. കർത്താവിൻ്റെ വീട്ടിൽ ഞാൻ 7ാമത്തെ മകനായിരുന്നു. എനിക്ക് വേണ്ടി യാതൊന്നും എൻ്റെ മാതാപിതാക്കൾ കരുതിയിരുന്നില്ല. എന്നിരുന്നാലും അവർ എന്നോട് സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു വിവാഹ ജീവിതം എനിക്ക് ഉണ്ടാകും എന്നൊന്നും അവർ കരുതിയിരുന്നില്ല. എന്നാൽ എൻ്റെ യേശു കർത്താവ് അവിടുന്ന് എനിക്ക് വസ്തുവോ മറ്റു കാര്യങ്ങളോ ഒന്നും അധികമായി ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം അവിടുന്ന് എനിക്ക് ഒരു ഭവനവും അതുപോലെ തന്നെ ഒരു ഭാര്യയും ഇപ്പോൾ 2 മക്കളെയും ദൈവം അവിടുന്ന് എനിക്ക് നൽകി. ഞാൻ കർത്താവിൽ അറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ നലിലായിലെ സഭയിലെ IPC സഭയിലാണ് എൻ്റെ സഭയിലാണ് എൻ്റെ അംഗത്വം. ഞാൻ കർത്താവിനെ അറിഞ്ഞതു മുതൽ എനിക്ക് നന്മകളല്ലാതെ എല്ലാ നന്മകൾക്കായി എനിക്ക് ഭവിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് കുടുംബവും 2 കുഞ്ഞുങ്ങളെയും നൽകി അനുഗ്രഹിച്ചു. നിങ്ങൾ എല്ലാ ദൈവത്തെ അറിയുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം
കഴിയുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷേ ആ നാളിലൊക്കെ ദൈവത്തെ യഥാർത്ഥമായി അറിയുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ദൈവദാസന്മാരുടെ വചനങ്ങൾ കേൾക്കുവാനും അതുവഴി എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അവിടുന്ന് നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഭയിലെ സുരേഷ് പാസ്റ്ററിനെ എനിക്ക് ഈ സഭയിലേക്ക് വരുവാനും ദൈവത്തെ അറിയുവാനുമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കിയതിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ അറിഞ്ഞാൽ ഈ ലോകത്തിൽ ആര് സഹായിച്ചില്ലേലും ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ അത് മനസ്സിലാക്കി. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മെ ഏവരെയും കാത്തുപരിപാലിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കേണ്ട വിലാസം: പാസ്റ്റർ സുരേഷ് ബാബു, പത്തനാപുരം, പീസ് ഫെലോഷിപ്പ്, പത്തനാപുരം PO, പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. ഇമെയിൽ peaceforyouinjesus@gmail.com. ഫോൺ 9447 011 245 9496 534635.